ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും വലിയ പെർഫോമൻസ് UDFിൻ്റെതായി ഉണ്ടാവും. ഞങ്ങൾ ടീം UDF ഒരു ടീമായിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആര് പറഞ്ഞു ബോംബ് വരുന്നു എന്ന് ഞാൻ പറയില്ല. ഞാൻ പറയുന്നത് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിലേക്ക് ഒരു കാളയുമായി പ്രകടനം നടത്തിയപ്പോൾ ആ കാളെ BJP തിരിച്ചു വിടരുത്, BJPയുടെ ഓഫീസിൽ തന്നെ കെട്ടിയേക്കണം. രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ആ കാളയുമായിട്ടൊരു പ്രകടനം നടത്തേണ്ടി വരുമെന്ന് ഇപ്പൊ ആ സാഹചര്യം ഉണ്ടായല്ലോ. ഒന്ന് പിന്നെ CPM സൂക്ഷിച്ചോ എന്ന് പറയും. ഇത്രേ ഞാൻ പറയില്ല, ഞാനൊരു സമയം പറഞ്ഞിട്ടില്ല, ഒന്നും പറയില്ല. വരുമ്പോ കാണാം. അല്ല, അതൊക്കെ ഒരു പ്രാവശ്യം പറഞ്ഞാൽ ക്ലിയറാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പൊ എന്നോട് ചോദിച്ചൊരു ചോദ്യം, തെരഞ്ഞെടുപ്പ് സമയമാവാം. ഞാൻ പറയും തെരഞ്ഞെടുപ്പിന് എനിക്ക് ഒരുപാട് സമയമുണ്ടെന്ന്. അല്ല, ഒരിക്കലും അത് ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന CPM മനഃപൂർവ്വമായിട്ട് ഈ വിഷയത്തിൽ ചർച്ച ഒതുക്കി നിർത്തുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ വന്നു. CPM മന്ത്രിമാർ, നേതാക്കൾ, ഹവാല, റിവേഴ്സ് ഹവാല, രാജേഷ് കൃഷ്ണ, അവതാരങ്ങൾ, പാർട്ടി സെക്രട്ടറിയുടെ മകനുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ വന്നല്ലോ ഒരു വശത്ത്. പിന്നെ നമ്മുടെ ഒരുപാട് അഴിമതി കഥകളും വന്നു. ഇതുമായി ബന്ധപ്പെട്ട പല 108 ആംബുലൻസിന്റെ ഒരു 250 കോടി രൂപയുടെ ഗൗരവകരമായ ഒരു അഴിമതി ആരോപണം വന്നു. ഒരു ടെൻഡറും ഇല്ലാതെ 500 കോടിക്ക് കൊടുത്തത് ടെൻഡർ വെച്ച് കഴിഞ്ഞപ്പോൾ 200 കോടി 243 കോടി കുറഞ്ഞതിന്റെ കഥകളൊന്നും. ഇതൊന്നും ചർച്ച ആവുന്നില്ലല്ലോ. ചർച്ച മുഴുവൻ മറ്റു വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകാൻ മനഃപൂർവ്വമായിട്ട് CPM ഗവൺമെന്റ് ശ്രമിക്കുന്നു. ഗവൺമെന്റ് ഭയങ്കരമായ സാമ്പത്തിക പ്രയാസത്തിലാണ്. ഈ ഓണക്കാലമായിട്ടും ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. രൂക്ഷമായ വിലക്കയറ്റമാണ്. എല്ലാ സാധനങ്ങളുടെയും വില കയറിയിരിക്കുക. ഗവൺമെന്റ് മാർക്കറ്റിൽ ഇടപെടുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു. അപ്പൊ അതൊന്നും ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈങ്കിളി കഥകൾ തന്നെ ചുറ്റിത്തിരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതൊന്നും അധിക നാൾ നീണ്ടു നിൽക്കില്ല. വീണ്ടും ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ ഈ ഗവൺമെന്റിനെ ഞങ്ങൾ വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. ഞങ്ങൾ നിലമ്പൂരിൽ പറഞ്ഞു, നിലമ്പൂരിൽ ഞങ്ങൾ വിചാരണ ചെയ്തു. ഞങ്ങള് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അഭിഭാഷകരാണ്. ആ റോള് ഞങ്ങൾ നിർവഹിക്കും. ഈ സർക്കാരിനെ ജനങ്ങൾ വിചാരണ ചെയ്യും. ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും.